കേളട അബുജാഹിലെ കേളട കൊടിയ കെട കേളട ചടയമുട കേളട തൊടി തൊടിക്കും ചകയ കടുകടുക്കും പക അൽഹംദുലില്ലാ പകയ ജഹിലേ കേളട ചാളിച്ചകത്ത പോലെ മാളി കിടപ്പവനെ ചാളും യാദുവല്ല നാളും മഴാക്കല്ല താളിക്കിടപ്പിലുടൻ കീളെ മറിത്തിടുമ്പോൾ തോളിത്തെളും തിടുന്നോ ഏളമ്പ കടുകടുവാം അബൂജാഹിൽ ചൊല്ലാം ഇബ്നു മസ്ഊദ് അവരോട് മെല്ല കേളട കേളട അബൂജാഹിലെ കേളട കൊടിയ കെട കേളട ചടയമുട കേളട. ബദർ യുദ്ധം കഴിഞ്ഞ അബൂജഹലിൻ്റെ വിവരമൊന്നുമില്ലാതെ ആകടങ്ങറയിക്കാണ് ഇപ്പോൾ സഹാബാക്കൾ. ആ സമയത്താണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നാണ് തെരഞ്ഞു പോയി നോക്കി എവിടെ ഈ പഹൻ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ അള്ളാൻ്റെ ഭൂമിയിലുണ്ടോ, ഭൂമി വിഴിഞ്ഞോ, എന്താ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തെരഞ്ഞു ചെന്നപ്പോൾ അതാ ഒരു കുറ്റിക്കാട്ടിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അബൂജഹലിനോട് പറഞ്ഞു, എടാ പഹയ, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ മുഹമ്മദിൻ്റെ അടുക്കലാണ് സത്യമെന്ന്. ആ മുഹമ്മദിൽ വിശ്വസിക്കുകയായിരുന്നെങ്കിൽ അള്ളാൻ്റെ റസൂലിൻ്റെ സഹായം നിനക്കുണ്ടാകുമായിരുന്നില്ലേ? മാത്രമല്ല മുഹമ്മദിൻ്റെ മതമാണ് സത്യപ്രസ്ഥാനമെന്നതിന് തെളിവായി ഒരുപാട് അമാനുഷികതകൾ നിനക്ക് കാണിച്ചു തന്നില്ലേ? ചന്ദ്രൻ പിളർത്തിയതും മാനിന് രക്ഷകനായതും പൂച്ചയെ മീന്തിന്നതും മരങ്ങളും കല്ലുകളും സംസാരിച്ചതും അങ്ങനെ ഒട്ടനവധി അത്ഭുതങ്ങൾ നിനക്ക് കാണിച്ചു തന്നിട്ടും സത്യം മനസ്സിലാക്കാതെ പോയെൻ്റെ മോനെ. ഇതെല്ലാം കേട്ട അബൂജഹൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് പറയണ, അല്ല നിൻ്റെ വയറിലവിടെ നിൽക്കട്ടെ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ട്, ഒന്ന് രണ്ട് കാര്യങ്ങൾ നിന്നോട് ചോദിച്ചറിയാനുണ്ട് എന്ന് അബൂജഹൽ പറയണം. അബുൽ ഹക്കം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? പാടയിൽ ജയമാർക്കം നുരക്കു ഒന്ന് പറയൂ മസ്ഊദേ ഇവനിൽ ഒന്ന് കേട്ട് മസ്ഊദും ഉരത്തിടുന്ന് വിജയം ബഹുമാന നബിക്കാമെന്ന്. വീണ്ടും ഒരു ചോദ്യം തൊടുത്തിടുന്നേ, പടയിൽ പുതുതായി ഇറങ്ങിയിടുന്നേ, ആരെന്നുരത്തപ്പോൾ ഇവരും ചൊന്ന് ബിണ്ട് മലായിക തവരാം എന്ന്. എല്ലാം ശ്രവിത്തവൻ അരുളിടുന്നേ, കരയാൻ സബബതും തിരക്കിടുന്നേ. ആരാ മുഹമ്മദിൽ എതിർത്തിടാനേ ഓർത്ത് കരഞ്ഞതാം ഇവനിം നാളെ. വേഗം എന്നെ കാഴു തറുത്തിട് നീ, വിവരം അത് കൊല്ലും വിരുത്തിട് നീ. അബൂജഹൽ ഒന്നാമതായി മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, ഈ പടയിൽ ആർക്കാണ് വിജയം കിട്ടിയത്? ആ സമയം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് മുഹമ്മദിന് തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ആരാണ് യുദ്ധം നടക്കുന്ന സമയത്ത് കുറച്ച് പരിചയമില്ലാത്ത കുറച്ച് ആളുകൾ വന്നിറങ്ങിയത്? അപ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് മുഹമ്മദിനെ സഹായിക്കാൻ അല്ലാഹു മലക്കുകളെ ഇറക്കിയതാണ്. അപ്പം അബൂജഹൽ പറഞ്ഞു, അപ്പോൾ പട ജയിച്ചത് ഞങ്ങൾ തന്നെയാണ്, കാരണം നിങ്ങൾക്ക് ജയം കിട്ടിയത് മലക്കുകൾ ഇറങ്ങിയത് കൊണ്ടല്ലേ. പക്ഷേ എനിക്കൊരു സങ്കടമേയുള്ളൂ, നിങ്ങളിൽ പ്രധാനികളെ വകവരുത്താൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ
ഇത് പറഞ്ഞ അബൂജാഹിൽ കരയാൻ തുടങ്ങി. എന്തിനാണ് നീ കരയുന്നതെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനോട് ചോദിച്ചപ്പോൾ പറയാണ്, ഞാൻ ചെയ്തിരുന്നത് പോലെ മുഹമ്മദിനെതിരിൽ അക്രമം അഴിച്ചുവിടാനും മുഹമ്മദിനെ ശല്യം ചെയ്യാനും പറ്റിയ ഒരാളും എൻ്റെ കാലശേഷമില്ലല്ലോ എന്നാലോചിച്ചാണ് ഞാൻ കരയാൻ കാരണം. എന്നിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അബൂജാഹിൽ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യും മസ്ഊദേ, നിൻ്റെ വാള് മൂർച്ചല്ലെങ്കിൽ എൻ്റെ വാളെടുത്തിട്ട് എൻ്റെ ശിരസ് കഴുത്തങ്ങോട്ട് നീട്ടിപ്പൊടിച്ചിട്ടുണ്ട് അർത്ഥം, എൻ്റെ തല കണ്ട് മുഹമ്മദ് പേടിക്കട്ടെ. ഇതും പറഞ്ഞ അവസാനമായി ജഹൽ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മുഹമ്മദിനോട് പറയാൻ മറക്കരുത്. ഏതായാലും എല്ലാ പ്രവാചകന്മാർക്കും ഓരോ ശത്രുക്കളുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ശത്രു എൻ്റെ ശത്രുവായ അബൂജാഹിലാണെന്ന് നബിതങ്ങൾ വിശേഷിപ്പിച്ച അബൂജഹലിൻ്റെ തല അബുൽ ഹക്കം പറഞ്ഞത് പ്രകാരം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുറിച്ചെടുക്കുകയാണ്. ആണേ അദുവാക്കൽ കരസെன்ற അറുത്ത് ഇബ്നു മസ്ഊദെടുത്താറം ചേന കളമ്പിട്ടങ് അവർ നാടന്താർ സിംഹർ നബിയാരെ തിരുമും വന്താർ ഞാൻ കരുവരിൽ ബിരുത്തി സാദാ നബിയെ ജഹിൽ തൻ്റെ താനോൻ പുകളുന്തോരിൽ ചമറിഞ്ചേതി സർവം വിവരം പോൽ തിരിത്തങ്കോതി ഓതൽ ചുഷംത് നീ പാവർ സാഹബ ഓർത്തിട്ടോരെയെല്ലാവരും മർഹബ. അങ്ങനെ മുറിച്ചെടുത്ത ശിരസ്സുമായി അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹളറത്തിലെത്തിയ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജാഹിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നബിയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ കേട്ടുനിന്ന സഹാബത്ത് അത്ഭുതം കൂറുകയാണ്. കാരണം ജഹൽ അവസാനമായി പറഞ്ഞത്, എൻ്റെ തല മുഹമ്മദ് കണ്ട് പേടിക്കട്ടെ. വർത്തമാനങ്ങൾ മുഴുവനും അള്ളാഹിൻ്റെ റസൂലിനോട് പറയണമെന്നായിരുന്നല്ലോ. ദുഷ്ടനിൽ ദുഷ്ടനായ കിബിറനിൽ കിബറനായ അബുൽ ഹക്കം അടക്കം 70ഓളം ആളുകൾ ബദറിൽ കൊല്ലപ്പെടുകയും അങ്ങനെ 70ഓളം പേരെ തടവിൽ പിടിക്കപ്പെടുകയും തടവിൽ പിടിച്ചവരെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം മാനിച്ച് ഫിദിയ മേടിച്ച് വിട്ടയക്കുകയാണ്. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്നും 14 ആളുകളാണ് ഷഹീദായത്. 6 മുഹാജിറുകളും 8 അൻസാരികളുമാണ് ഷഹീദായത്. അവരിലെല്ലാം അള്ളാഹിൻ്റെ തൃപ്തി ഉണ്ടാകട്ടെ എന്ന് മഹാകവി മൊയ്ൻകുട്ടി വേദിയിൽ ദുആ ചെയ്യുകയാണ്. ഞാനും ദുആ ചെയ്യുകയാണ്. സുഹാബുൽ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് ഇരു ലോകത്തും അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. അങ്ങനെ അവസാനം ഈമാൻ സലാമത്തായി മരിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ ബദർ പടപ്പാട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഥ ഞാൻ നിവിടത്തിൽ ചുരുക്കിടട്ടെ, തെറ്റ് റഹീമായോൻ പൊറുത്തിടട്ടെ.